സൈഡ് എന്ന് പറയുമ്പോൾ പ്രമർക്കിന് ശേഷം ഇത്ര നല്ല പെർഫോമൻസ് കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഒരു ആക്ടർ നമ്മൾ ഒഫ്കോഴ്സ് വില്ലൻ്റെ ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ബിനു പപ്പു അമേസിങ്. അയാളുടെ നേരത്തെ ഇപ്പോൾ ഓപ്പറേഷൻ ജാതകമാണ് ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അതിന് ശേഷം കഴിഞ്ഞാൽ എത്ര പേര് ബിനു പപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നെ ഏറ്റവും ഞെട്ടിച്ചുകൊണ്ട് ബിനു പപ്പിൻ്റെ പെർഫോമൻസ് വളരെ സട്ടിൽ ലേയേഴ്സ് ഉള്ളൊരു ക്യാരക്ടറാണ്. അത് വളരെ നന്നായിട്ട് തന്നെ പുള്ളി ചെയ്യുകയും ചെയ്തു. സോ ഹാപ്പി അബൌട്ട് പെർഫോമൻസസ്. വളരെ നല്ല പെർഫോമൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഓഫ്കോഴ്സ് സിനിമയുടെ ക്രാഫ്റ്റും ബാക്കി ടെക്നിക്കാലിറ്റിയും എല്ലാ സൈഡും നല്ലതാണ്. യെസ്, പെർഫോമൻസ് ആയിട്ടാണ് അതിൻ്റെ ഏറ്റവും സ്ട്രോങ്. അതിൽ 3 പേര്, മോഹൻലാൽ, ബിനു പപ്പു, ദെൻ വില്ലൻ. എനിക്കറിയില്ല എൻ്റെ ഡീഗ്രേഡിങ് സൈഡിനെ പറ്റി ഞാൻ വേറെ അധികം കേട്ടില്ല. ഒരു സെക്കൻഡ് ഹാഫിൻ്റെ പകുതി കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരു സാധാരണ ഡ്രാമാറ്റിക് എലമെൻ്റ് ഉള്ള സാധാരണ മലയാള സിനിമയുടെ ഡ്രാമ എലമെൻ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ സിനിമ മൊത്തത്തിൽ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റോറിയേക്കാൾ ഉപരി എനിക്ക് അതിൻ്റെ പെർഫോമൻസ് സൈഡ് തന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മാത്രമല്ല ലാഗ് അടിപ്പിക്കുന്നതും തോന്നിക്കുന്ന ചില സൈഡുകളുണ്ടെങ്കിലും പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം പെർഫോമൻസ് അതിനെല്ലാം മേക്കപ്പ് ചെയ്യുന്നുണ്ട്. സോ എനിക്കറിയില്ല, അത് ഒരുപക്ഷെ ഞാൻ ഒരു ഹാർഡ് കോർ മോഹൻലാൽ ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചുവരവ് ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. നമ്മൾ അതിന് കമ്പാരിസൺ ചെയ്യുന്നത്. പക്ഷെ വില്ലൻ ഡിമാൻഡ് ചെയ്യുന്ന പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അയാൾ ആദ്യത്തെ പെർഫോമൻസ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആണ്. മേ ബി അയാൾ ഇനിയും ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. പക്ഷേ ഞാൻ ഈ രണ്ടുപേരെ ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ലാലേട്ടനെയും അറിയാം, ബാക്കി എല്ലാ ആക്ടേഴ്സും അറിയാം. എന്നാലും ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയത് ബിനു പപ്പുവിൻ്റെ പെർഫോമൻസ് ആണ്. എനിക്ക് പുള്ളി നേരിട്ട് കണ്ടാലൊന്ന് നേരിട്ട് അഭിനന്ദിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. കാരണം അത്ര നല്ല പെർഫോമൻസ്. നല്ല പടം, ഇതേപോലെ നല്ലൊരു പടം. എങ്ങനെ ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? അയ്യോ, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അപാര കഴിവുള്ള മനുഷ്യൻ. സമ്മതിച്ചിരിക്കും, പറയാതിരിക്കാൻ അടിപൊളി പടം. തുടരും. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ലാഗായ പോലെ തോന്നി. ലാലേട്ടൻ ഞെട്ടിച്ചോ? ശരിക്കും ഞെട്ടിച്ചു. പണ്ടത്തെ ആ ഒരു ഇത് എനിക്ക് തോന്നി ലാലേട്ടൻ്റെ കമ്പാക്ട് ചെയ്തത്. വില്ലനൊക്കെ എങ്ങനെയുണ്ട്? വില്ലൻ എനിക്ക് കൂടുതൽ ഇഷ്ടമായി. അടിപൊളി. എങ്ങനെയുണ്ട് പടം? അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ കമ്പാക്ട് എന്നോട് വേണമെങ്കിൽ പറയാൻ പറ്റും. എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്രയൊരു. അതുപോലെ തന്നെ തരുണിൻ്റെ ക്രിയേഷൻ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടേഴ്സ്, ഇഷ്ടപ്പെട്ട അഭിനയമായിരുന്നു. എങ്ങനെ മോഹൻലാൽ എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ഓക്കെ.